ഹായ്, എൻ്റെ പേര് വിനീത്. ഞാൻ സൗദിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ വീട് വയ്ക്കണമെന്നുള്ളൊരു കൺസെപ്റ്റുമായിട്ട് ഞാൻ 2-3 വർഷം മുമ്പ് സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ ഒരു യങ് പ്രൊഫഷണൽസിനെ ഞാൻ സെർച്ച് ചെയ്യായിരുന്നു. അങ്ങനെ ഞാൻ പല കമ്പനീസിനെയും പല ആർക്കിടെക്ചറൽ ഫേംസിനെയും ഞാൻ കോൺടാക്ട് ചെയ്തു. ഞാൻ ഗൾഫിലാണ്, അപ്പോൾ സ്വാഭാവികമായിട്ടും ഓൺലൈൻ വഴിയാണ് സെർച്ച് ചെയ്തത്, ഈ ഫേസ്ബുക്ക് അങ്ങനെ സോഷ്യൽ മീഡിയ വഴി. പല കമ്പനീസിന് എൻക്വയറീസ് അയച്ചു. അപ്പോൾ നമ്മുടെ പലരും റിപ്ലൈ അയക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഡൗട്ട്സ് ചോദിക്കുമ്പോൾ റൈറ്റ് റിപ്ലൈയോ അല്ലെങ്കിൽ ഒരു പ്രോപ്പർ റെസ്പോൺസ് ഒന്നും അങ്ങനെ ആരുടേതൊന്നും കിട്ടിയിട്ടില്ല. ലിമിറ്റ് സ്റ്റേറ്റിനെ കോൺടാക്ട് ചെയ്തു. ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മുടെ ബാലു ഇമ്മീഡിയറ്റ് കോളാണ് ചെയ്തത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, 2 വർഷം മുമ്പ് ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചതേ ഉള്ളൂ. തിരിച്ച് കോൾ ചെയ്തു. 2 മണിക്കൂറുള്ള ഒരു ലോങ് കോളായിരുന്നു. ഒരുപാട് ഡൗട്ട്സ് ക്ലിയർ ചെയ്തു. അപ്പം തന്നെ ശരിക്കും ഞാൻ ഇൻട്രസ്റ്റ് ആയി ഈ ഫേമുമായിട്ട്. പിന്നെ നമ്മുടെ ഒരു ഫ്രീക്വൻസി മാച്ച് ആവുമെന്നുള്ള ഒരു തോന്നലുണ്ടായി. അത് കഴിഞ്ഞ് പിന്നെ ഒരു 6 മാസം കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു നമ്മുടെ സൈറ്റൊക്കെ റെഡിയായി, പ്ലോട്ട് റെഡിയായതിനു ശേഷം അവരെ വീണ്ടും ഞാൻ ഇൻവൈറ്റ് ചെയ്തു. ഒരു സൈറ്റ് വിസിറ്റിന് വന്നു. അവരുടെ ഒരു 3 എഞ്ചിനീയേഴ്സ് സൈറ്റ് വിസിറ്റ് വന്നു. പിന്നെ പ്ലാനിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മുടെ മനസ്സിലുള്ള കൺസെപ്റ്റ്സൊക്കെ പറഞ്ഞു. അപ്പോഴും എനിക്ക് മനസ്സിലായി, അവരുമായിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മുടെ മനസ്സിലുള്ള പല കൺസെപ്റ്റ്സ് ഈസി ആയിട്ട് എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇവരുമായിട്ട് ഈസി ആയിട്ട് പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ പല ഫ്രണ്ട്സിനും ആ ഒരു പറയുന്നു, വീട് പ്ലാനൊക്കെ ചെയ്തു, പക്ഷേ വീട് വച്ചു കഴിഞ്ഞപ്പോൾ ആ ഒരു കൺസെപ്റ്റ്, അവർ ഉദ്ദേശിച്ച കൺസെപ്റ്റ് ആയിട്ട് വന്നിട്ടില്ല എന്നുള്ളത്. അപ്പോൾ അതൊരു പോരായ്മയായിരുന്നു. അപ്പോൾ അത് എൻ്റെ വീടുണ്ടാവരുത് എന്നൊരു നിർബന്ധം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ഹോംവർക്ക് ചെയ്തത്. അപ്പോൾ ഇവരുമായിട്ട് കൺസെപ്റ്റ് ഡിസ്കസ് ചെയ്യുമ്പോൾ ഈസി ആയിട്ട് അവർ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു. അപ്പം അതുപോലത്തെ ഡിസൈൻസിനെ അവർ കൊണ്ടുവരുന്നു. അങ്ങനെയാണ് അവരുമായിട്ട് അസോസിയേറ്റ് ചെയ്തത്. പിന്നെ പ്ലാനും എലിവേഷൻസും പല തവണ റിവൈസ് ചെയ്തപ്പോൾ നമ്മുടെ ഫൈനൽ രണ്ടൊരു വർക്ക് ടുഗദർ ആയിരുന്നു. ഒരു ടീം വർക്കായിട്ട് ഫൈനലായിട്ട് നമ്മുടെ ഡ്രീം പ്ലാനും എലിവേഷൻ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഫൈനലൈസ് ചെയ്യാൻ അവർ സഹായിച്ചു. അവസാനം പ്ലാനും എലിവേഷനും ഫ്രീസ് ആയതിനു ശേഷം കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. കൺസ്ട്രക്ഷനിലും ഞാൻ ഗൾഫിലാണല്ലോ, അപ്പോൾ അവിടെ നിന്നുകൊണ്ട് എനിക്കിവിടെ നടക്കുന്ന കാര്യങ്ങൾ ശരിക്കും ഡേ ബൈ ഡേ ഡെയിലി അപ്ഡേറ്റ്സ് കിട്ടുന്നുണ്ടായിരുന്നു. ഫോട്ടോസ്, അതുപോലെ മെഷർമെൻറ്റ്സ്, എന്ത് ഡൗട്ട്സ് ചോദിച്ചാലും അപ്പം തന്നെ അവരവിടെ നിന്ന് അയച്ചു തരും. അപ്പോൾ നമുക്ക് ഒരു സമയത്ത് പോലും ഒരു ടെൻഷൻ്റെ ഒരു കാര്യമില്ല, എല്ലാം അവരങ്ങ് നോക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം, എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും എന്ത് കാര്യം, അതുപോലെ എന്തോ ഒരു കാര്യം ചെയ്യുന്നതിന് മുന്നേ മിനിമം 1 വീക്ക് മുന്നേ ഡ്രോയിങ്സ് അയച്ചു തരും. അത് റിവ്യൂ ചെയ്യാൻ പറ്റും. അതുപോലെ അത് റിവ്യൂ ചെയ്ത് എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ പുതിയ റിവൈസ് ഡ്രോയിങ്സ് അയച്ചു തരും. അവസാനം നമ്മുടെ ഒരു കൺസെൻറ്റ് കിട്ടാതെ അവർ ആക്ച്വൽ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ ലാസ്റ്റ് പിന്നെ പല തേർഡ് പാർട്ടി വെൻഡേഴ്സ് ഉണ്ടായിരുന്നു. അവർ വന്നിട്ട് ഇവരുടെ വർക്കിൻ്റെ ക്വാളിറ്റിയെ കണ്ടിട്ട് അവരും എന്നെ ഒരുപാട് അവർ അപ്രിഷ്യേറ്റ് ചെയ്തിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. പല സൈറ്റിലും കാണാത്ത രീതിയിലുള്ള മെറ്റീരിയൽ സെലക്ഷൻസും അതുപോലെ തന്നെ ക്വാളിറ്റി ഓഫ് വർക്കും കുറച്ചും കൂടെ കൂടുതലാണ്. ഞങ്ങളുടെ ഡിസൈൻ കൺസെപ്റ്റ്സ് കൂടുതൽ ഡിസ്കസ് ചെയ്തത് ഇവരുടെ ശ്രീരാജായിരുന്നു. അപ്പോൾ ശ്രീരാജാറിന് മാക്സിമം കേസിൽ 2D ഡ്രോയിങ്സും 3D എലിവേഷൻസ്, 3D ഇൻറ്റീരിയർ ഡിസൈൻസും ലാൻഡ്സ്കേപ്സ് ഡിസൈൻസും ഒക്കെ ഡ്രോയിങ്സ് ആയിട്ടൊക്കെ അയച്ചു തന്നത്. അപ്പോൾ അതിൽ തന്നെ നമ്മൾ പല റിവിഷൻസും പല കറക്ഷൻസും വരുത്തുമ്പോൾ ശ്രീരാജ് അത്രത്തോളം സപ്പോർട്ട് ചെയ്താണ് അവസരം നമ്മുടെ ഒരു ഡ്രീം മീൻസ് നമ്മുടെ ഉദ്ദേശിക്കുന്ന ആ ഒരു ഡിസൈൻ കൺസെപ്റ്റിലേക്ക് എത്തിയത്. അടുത്ത ആൾ മിസ്റ്റർ ലിബിനാണ്. ലിബിനാണ് ഇവരുടെ പ്രൊജക്ട് മാനേജർ. അപ്പോൾ നമ്മുടെ ഈ ഡിസൈൻ കൺസെപ്റ്റ്സൊക്കെ റിയൽ ആക്കി തന്നത്, ഈ വീടിനെ ഒരു ഓവറോൾ റിയാലിറ്റി ആക്കി മാറ്റിയത് മിസ്റ്റർ ലിബിനാണ്. അപ്പോൾ പുള്ളിയുടെ പേര് എടുത്ത് പറയാതിരിക്കാൻ കഴിയില്ല. അപ്പോൾ താങ്ക് യു ലിബിൻ, താങ്ക് യു ലിമിറ്റ് സ്റ്റേറ്റ് ഡെവലപ്പേഴ്സ് ഫോർ മേക്കിംഗ് എവർ ഡ്രീം കം ട്രൂ. താങ്ക് യു. ഹസ്ബൻഡ് നാട്ടിലില്ലാത്തതുകൊണ്ട് ഞാനായിരുന്നു മെയിനായിട്ട് മെറ്റീരിയൽ പർച്ചേസിനൊക്കെ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിവൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവരാണ് നമ്മളെ ഫുള്ളായിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. എല്ലാ കാര്യങ്ങളും നമ്മളെ ഗൈഡ് ചെയ്തു തരും. നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാ കാര്യത്തിനും ഇവർ നമ്മളെ ഫുള്ളായിട്ട് നമ്മുടെ കൂടെ തന്നെ എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പം സത്യം പറഞ്ഞാൽ നമ്മുടെ ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ഒരു എല്ലാ കാര്യത്തിലും ഒരു ബെസ്റ്റ് വേണം എന്നുള്ളത് നമ്മളെപ്പോലെ തന്നെ അവർക്കും ഫുള്ളായിട്ട് തന്നെ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ എല്ലാത്തിലും എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഫുൾ സപ്പോർട്ട് ഉണ്ടായിരുന്നു ഇവർ. അപ്പം അങ്ങനെ നമ്മുടെ ഒരു ഡ്രീം ഹോം എന്ന് പറയുന്നത് ഇവർ സത്യത്തിൽ ഒരു റിയാലിറ്റി ആക്കി തന്നു. അതിന് ലിമിറ്റ് സ്റ്റേറ്റിന് താങ്ക്സ്.